നിനക്കൊക്കെ എന്തിന്റെ കേടാടാ മക്കളെ? നട്ടലില്ലാതായി പോയല്ലോ. ഒരു പെണ്ണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് കണ്ട് ആസ്വദിച്ചിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവന്റെ പറയുന്നില്ല, അവൻ എടുത്ത് പുറത്ത് വിട്ടേക്കുന്നു. നാണം കെട്ട നാറി. ആ കടിച്ചോട്ടെ എന്ന് രേണുസുതിയോട് ചോദിച്ചാൽ പിന്നെ കടിക്കാൻ പറയണോ? കടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ കടിക്കല്ലേന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്റെ ചുണ്ട് വന്ന് കടിക്കാൻ ഞാൻ പറയണോ? വേറെ എന്തൊക്കെ കാണിക്കുന്നില്ല സബ്സ്ക്രിപ്ഷൻ? നീ വേറെ ആൾക്കാരൊക്കെ ഇതൊന്നും നീ എന്താണ് ഇടാത്ത, പുറത്ത് ലീക്ക് ചെയ്യാത്തത്? നിനക്കൊക്കെ പേടി. എടാ രേണുസുതിക്ക് ഒന്നുമില്ല. രേണുസുതി അതിനകത്ത് ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും വന്ന് കടിച്ചിട്ടില്ലല്ലോ, വേറൊന്നും കടിച്ച് കാണിച്ചില്ലല്ലോ. അപ്പൊ ഒരു കുഴപ്പമില്ല. നീയൊക്കെ ഇതിൽ അപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് തന്നെയാണ്, അതായത് നല്ല മര്യാദയ്ക്ക് തന്നെയാണ് ഞാൻ സബില് ചെയ്യുന്നത്. മനസ്സിലായോ? നീയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഇതിനകത്ത്. മനസ്സിലായോ മക്കളെ? നീ ഇട്ടാൽ എനിക്ക് കോപ്പാണ്. ഞാൻ ഇനിയും ലൈവ് ഇടും. മനസ്സിലായോ? എന്റെ സബ്സ്ക്രിപ്ഷൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ലൈവ് സംഭവം ആർക്കെങ്കിലും മനസ്സിലായോ? ഇപ്പോ നമ്മുടെ രേണുവിന്റെ ഒരു വീഡിയോ വൈറലായി, അതായത് സബ്സ്ക്രിപ്ഷനിലെ വീഡിയോ. എനിക്ക് ആ വീഡിയോ കാണിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൈവറ്റ് ആയിട്ട് അവരിട്ട സബ്സ്ക്രിപ്ഷനിലെ വീഡിയോ ആണത്. അപ്പൊ അത് കാണിക്കണോ വേണ്ടേ എന്ന് ഇങ്ങനെ കുറെ പ്രാവശ്യം ആലോചിച്ചപ്പോ എല്ലാവരും ആ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഞാനും കൂടെ ഇടാം, എല്ലാവരും ഇടുന്നില്ലേ, അപ്പൊ ഞാനും ഇടാന്ന് വിചാരിച്ച്. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. എല്ലാം ഒന്നും ഇടുന്നില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും ഒന്ന് ഇടുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് ഞാൻ ഒന്നും പറയുന്നില്ല ഗൈസ്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അടുത്തത് കിടന്നുകൊണ്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഇങ്ങനെ വയൽ അവിടെ ഇവിടേക്ക് ആകുമ്പോഴത്തേന് ഇങ്ങനെ നാക്ക് വെച്ച് ഇങ്ങനെ എടുക്കുമല്ലോ, അതേണക്കൊണ്ട്. അങ്ങനെ തന്നെയാ. ഓരോരുത്തരും ഓരോന്നങ്ങ് തുനിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? രേണു ഇപ്പൊ രണ്ടും കൽപ്പിച്ച. കാരണം എന്ന് പറഞ്ഞാൽ രേണുവിന്റെ ഇപ്പോ കുറച്ച് ദിവസമായിട്ടേ സോഷ്യൽ മീഡിയയിൽ കുറച്ചൊന്ന് രേണുവിനെ എന്താ വൈറൽ വീഡിയോസ്, അതായത് രേണു വൈറൽ ആവുന്നതൊന്ന് കുറഞ്ഞു. അപ്പൊ രേണു വിചാരിച്ച് എന്തെങ്കിലും ഒരു സംഭവം കൊണ്ടിട്ടാലല്ലേ വൈറൽ ആവത്തുള്ളൂ. ബിഗ് ബോസ് സെലിബ്രിറ്റീസിന്റെ ഒരു ക്രിക്കറ്റ് മത്സരമൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് മീഡിയക്കാരെയൊക്കെ കണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വരുമൊക്കെ ചെയ്ത് പഴയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പോൾ ഇനി അവരാരെങ്കിലും ഐഡിയ പറഞ്ഞു കൊടുത്തതാണോ എന്നറിയത്തില്ല. നീ എന്തായാലും സബ്സ്ക്രിപ്ഷനിൽ കുറച്ച് ഹോട്ടായിട്ടുള്ളത് ഇട്, നീ വൈറൽ ആയിക്കോളും, അതെടുത്ത് വെച്ച് എല്ലാവരും ചെയ്തോളും. അതുകൊണ്ട് പറഞ്ഞ് റിയാക്ഷൻ വീഡിയോക്കാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തോളൂ. അപ്പൊ നീ വീണ്ടും വൈറൽ ആയിക്കോളൂ എന്ന് ഇനി ആരെങ്കിലും ഐഡിയ പറഞ്ഞു കൊടുത്തതാണോ അതോ ഇനി എന്തുവാണെന്ന് അറിയത്തില്ല. വീണ്ടും രേണു വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ വീഡിയോ കുറിച്ച് കൂടുതലൊന്നും വലുതായിട്ടൊന്നും എനിക്ക് പറയാനായിട്ടൊന്നും വലിയ താല്പര്യമില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോളൂ. കണ്ട് നിങ്ങൾ കാണുന്നവരെ അവരവരുടെ മനസ്സിന്റെ യുക്തിക്ക് അനുസരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിചാരിച്ചോളൂ. എന്തായാലും വൃത്തികേടാണ്, ഭയങ്കര വൃത്തികേടാണ്, ഇതേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോയെ ട്രോളിക്കൊണ്ട് കുറച്ച്, അതായത് യൂട്യൂബിലുള്ള കുറച്ച് ആൾക്കാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ലേ, ഇനി ആരുടെയെങ്കിലും പേരെടുത്ത് പറഞ്ഞു എന്ന് വെച്ചിട്ട് പ്രശ്നമാവണ്ട. ഒരു ജസ്റ്റ് കോമഡി. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് കുറേ ചിരിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു വീഡിയോ ആണ് ഈ രേണുവിന്റെ ഈ സബ്സ്ക്രിപ്ഷനെ പറ്റിയിട്ട് ഉള്ള ഒരു വീഡിയോ. അതിന് മുന്നേ ഇവരോടൊക്കെ മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോയും രേണുവിന്റെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് രേണുവിന്റെ സബ്സ്ക്രിപ്ഷനിൽ രേണു ഇട്ട വീഡിയോ ആരോ അത് സ്ക്രീൻഷോട്ട്, രേണു പറയുന്ന സ്ക്രീൻഷോട്ട് എടുത്തോണ്ട് പോയി എന്നാ പറയുന്നത്. പക്ഷേ സ്ക്രീൻഷോട്ട് അല്ല, അതൊരു വീഡിയോയാണ്. അപ്പൊ വീഡിയോ ആരോ എടുത്തോണ്ട് പോയിട്ട് അത് വെളിയിൽ പുറത്ത് ലീക്കാക്കി. അപ്പൊ അവർക്ക് നല്ല തെറി പറയുന്ന ഒരു വീഡിയോ, അതാദ്യം നമുക്ക് കാണാം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കോമഡി വീഡിയോ കാണാൻ. രേണുസുതി വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറി ഇരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്ത് വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്. മനസ്സിലായി? ഒരുപാട് നാളായി ലൈവ് പോയിട്ട് അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ഏതാളും ഏത് നാറിയാണെങ്കിലും, എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ എന്റെ ചുണ്ട് നിങ്ങൾ നോക്ക്, ഇത് കണ്ട, ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസത്തെ എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്, നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത്. മനസ്സിലായോ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ല? ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ട് ലൈവ് പോകാൻ പറ്റില്ല. എന്നാലേ കുറെ കൂടെ വൈറൽ ആവത്തുള്ളൂ. വൈറൽ ആയിട്ടുള്ള വേറെ കുറച്ചുകൂടെ ഒക്കെ കാര്യങ്ങൾ കാണിച്ച് കൊടുക്കണേ എല്ലാവർക്കും. ഞാൻ എന്തായാലും പറയുന്നില്ല, ചുണ്ടുപൊട്ടി പറയുന്നില്ല, എനിക്ക് വയ്യ പറയാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ല, ഞാൻ എന്തായാലും അവരുടെ പേര് പറയാം. ഡാനി, സത്യ, മനു, ഇവരുടെയൊക്കെ ഒരു വീഡിയോ ആണ്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഭയങ്കര കോമഡി. എനിക്ക് എന്തായാലും അവരുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമായി. ആ വീഡിയോ ഒന്ന് ഞാൻ ഇവിടെ വെക്കുവാണ്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ലീക്കായി എന്ന് പറഞ്ഞ സ്റ്റോറി ഇവർ ഇട്ടിരിക്കുന്നത് ഇവന്റെ വീഡിയോ ആണ്.
തമ്പനയിൽ എടുത്താണ് സ്റ്റോറി ഇട്ടിരുന്നത്. പക്ഷേ ഈ വീഡിയോ യാഥാർത്ഥത്തിൽ ആദ്യം ലീക്ക് ആക്കിയത് ഇദ്ദേഹമാണ് ഇതിന്റെ ഫുൾ ക്രെഡിറ്റ്. എന്തെങ്കിലും ഇതാരും കൂടെ കൊടുക്കണം, അവര് മാത്രം കൊടുക്കാം. അതിന്റെ ഭാഗം ഇവനും കൂടെ കൊടുത്തേ കഷ്ടപ്പെട്ട് ഇരുന്ന്. അപ്പം രേണു ഇതിനകത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം ലീക്ക് ആയപ്പോഴത്തേന് ആസ്വദിച്ചത്. നിങ്ങൾ ഇതിനകത്ത് ആസ്വദിച്ചായിരുന്നു? അപ്പം ഷർദിൽ ഒരു ആസ്വാദനമാണ്. മുന്നേ തലവേദന വരെ ആസ്വദിച്ചു കൂടെ ലാലേട്ടൻ പറഞ്ഞത് കേട്ടില്ല. ഷർദിൽ നമുക്ക് ആസ്വദിക്കാം. അങ്ങനെ ആസ്വദിച്ചതിന് ശേഷം വീഡിയോ എടുത്തില്ല. അപ്പം പുള്ളിക്കാർക്ക് അറിയാം ഈ ഒരു ലൈവ് കൊണ്ടുവന്നത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു കാര്യം. ഓക്കെ, ഇനി നമുക്ക് ആ വീഡിയോ മൊത്തം ഒന്ന് കാണാം. അതായത് ഇന്നലെ ആ ഒരു 8 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ലീക്കായി. ആ വീഡിയോക്കകത്ത് ആദ്യം ഇരുന്ന് കാണിക്കുന്നു, പിന്നെ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് കുമ്പളങ്ങ നൈറ്റ്സ് കാണിക്കുന്നു, പിന്നെ എഴുന്നേറ്റിരിക്കുന്നു, പിന്നെ ഇങ്ങനെ ചരിഞ്ഞിരുന്ന് കാണിക്കുന്നു, പിന്നെ കിടന്ന് കാണിക്കുന്നു. ലൈവാണ് ഇങ്ങനെ പോകുന്നെങ്കിൽ ചിലപ്പോൾ ആരും ശ്രദ്ധിക്കത്തില്ല. എക്സ്ക്ലൂസീവിൽ ഒരു ലൈവ് പോകണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികം തടയാൻ വേണ്ടിയിട്ടാണ്. എക്സ്ക്ലൂസീവിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ സാമ്പത്തികം തടയത്തില്ല. അറിയാവുന്ന നമ്മളൊന്നും പറഞ്ഞില്ല. അതിന്റെ താഴെ വരുന്ന കമന്റുകളൊക്കെ ഉണ്ടല്ലോ, എന്തായിരുന്നു ചുണ്ടിക്കടിക്കാനോ പല്ലിക്കടിക്കാനോ എന്നൊക്കെ പറയുമല്ലോ. അതൊക്കെ ചേച്ചി വായിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബട്ടൺ തുറക്കാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ക്ലിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് അത് താഴത്തെ ബട്ടണൊക്കെ ഊരിയിട്ടിരിക്കുക. അത് വ്യക്തമായിട്ട് അതിനകത്ത് തന്നെ കാണാം. നടുക്കത്തേക്ക് ഊരി വിട്ടിട്ടുണ്ട്. കടിക്കല്ലേ പറഞ്ഞതാണ്, ചുണ്ടിക്കടിക്കല്ലേ. ഞാൻ എന്നോട് തന്നെ സരോജ് കുമാർ എന്ന് വിളിക്കുന്നത് പോലെ ചുണ്ടിക്കടിക്കല്ലേ. ആസ്വദിച്ചല്ലോ, പക്ഷെ എണ്ണി ആസ്വദിക്കാതെ കാണാൻ പറ്റുമല്ലോ. എഴുതാനല്ലേ സാറേ? അപ്പൊ ഞാൻ ഇനി ലൈവ് പോകത്തില്ല. ഞാൻ ഇനിയും ലൈവ് പോകും. ഒരിക്കലും നിർത്തല്, ഇത് നിർത്തല്, ഈ ഒരു പരിപാടി നിർത്തല്. ഇതിലും ഗംഭീരമായിട്ടുള്ള ലൈവ് പോകണം. ഇതിൽ കൂടുതൽ എസ്റ്റാബ്ലിഷ് ആവണം, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണം, ഒരുപാട് ആൾക്കാർ കാണണം. ഒരുപാട് ദരിദ്രരായിട്ടുള്ള ലൈംഗികത അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പ്രചോദനമായിട്ട് വരണം. അല്ലാത്തവർക്ക് ആർക്കും ഒരു പ്രചോദനമാകത്തില്ല. അല്ലാത്തവർക്ക് നല്ലൊരു പ്രചോദനമായിട്ട് വീണ്ടും മുന്നിലേക്ക് വരണം. എന്നാലല്ലേ നമ്മളെ പോലുള്ളവർക്ക് ഇതുപോലുള്ള സാധനം എടുത്ത് വീഡിയോ ചെയ്യാൻ പറ്റും. ബേസിക്കലി ഞാൻ പറയാം, കഴിഞ്ഞ 3-4 ദിവസമായിട്ട് രേണുവിന്റെ വീഡിയോക്ക് വല്ല റീച്ചില്ല. രേണു വീണ്ടും താഴോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് രേണുവിന്റെ ചുണ്ട് കടിക്കൽ ലൈവ് എടുക്കുന്നത്. എന്തായാലും എനിക്ക് അവരുടെ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കാരണം അവർ പറഞ്ഞതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവർക്ക് ഈ പെണ്ണുപിള്ളക്ക് എന്നാത്തിന്റെ കേടാ? ഈ പിന്നെ പൈസ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണോ? മാന്യമായിട്ടൊക്കെ പൈസ ഉണ്ടാക്കിയാൽ പോരെ, എന്തുമായാലും. പക്ഷേ വേറൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ പ്രൈവറ്റായിട്ട് സബ്സ്ക്രിപ്ഷനിൽ ഇട്ട വീഡിയോ ആണ്. എന്നാലും അതപ്പതിച്ചു അവര്. അപ്പൊ അത്രയും പറയുമ്പോഴത്തേന് നമ്മുടെ സബ്സ്ക്രിപ്ഷന്റെ കാര്യം പറയുമ്പോൾ വേറെ ഒരാളുടെയും കൂടെ സബ്സ്ക്രിപ്ഷന്റെ കാര്യം ഇപ്പോൾ വൈറൽ ആവുന്നുണ്ട്. നമ്മുടെ കൃഷ്ണകുമാറിന്റെ മോളുടെ ഒരു വീഡിയോയും വൈറലായി പോകുന്നുണ്ട്. ഞാൻ ആ വീഡിയോ കുറിച്ച് വലുതായിട്ടൊന്നും പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രേണുവിന്റെ ഈ സബ്സ്ക്രിപ്ഷൻ ഇട്ട വീഡിയോയെ കുറിച്ചും വലുതായിട്ട് പറയാനായിട്ട് ഒരാഗ്രഹവും ഇല്ല. കാരണം അത് അവരുടെ പ്രൈവറ്റ് പേജിൽ ഇട്ട വീഡിയോ ആണ്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വലുതായിട്ട് ആധികാരികമായിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം ആ സബ്സ്ക്രിപ്ഷനിൽ പലരും പലതും ഇടുന്നുണ്ട്. ഇതിനെയും കാട്ടിയും വൾഗറായിട്ട്, ഇപ്പൊ രേണു ഇട്ടതിനെയും കാട്ടിയും വൾഗറായിട്ട് വേറെ ഓരോരുത്തരൊക്കെ ഇടുന്നുണ്ട്. ഈ കൃഷ്ണകുമാറിന്റെ മോക്കൊക്കെ എന്തിന്റെ കേടാ? അവർക്ക് ഇഷ്ടം പോലെയും പൈസയില്ലേ, അതൊരു കൊച്ചു പെണ്ണല്ലേ. ആ പെണ്ണിന് എന്നാത്തിന്റെ കേടാ? ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം, അല്ലാതെ ഞാൻ എന്തായാലും വീഡിയോ ഒന്നും എടുത്തിരുന്നില്ല. അവർക്കൊക്കെ എന്നാത്തിന്റെ കേടാ? എന്തായാലും രേണുവിന്റെ ഇത്രയും ചെറുതായിട്ടുള്ള വീഡിയോകൾ ഇട്ടല്ല. അപ്പൊ ഇവരുടെയും എനിക്ക് ഒരു ഫോട്ടോ കിട്ടിയത്, ഞാൻ ആ ഫോട്ടോ ഇടാം. ഈ കൃഷ്ണകുമാറിന്റെ മോക്കൊക്കെ എന്നാത്തിന്റെ കേടാ? അവർക്ക് ഇഷ്ടം പോലെയും പൈസയില്ലേ? പിന്നെ ഇത് എന്നാത്തിന്റെ കേടാ അവർക്ക്? പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൃഷ്ണകുമാറായിട്ടുള്ള അച്ഛന് പറഞ്ഞു കൊടുത്തൂടെ മക്കളെ? വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു നേരത്തെ ഉള്ള ഒരു വീഡിയോയിൽ. ഞാൻ എൻ്റെ മക്കള് നന്നായിട്ട് വസ്ത്രം ധരിക്കണം, എല്ലാം നല്ലോണം മറച്ച് നടക്കണം എന്നൊക്കെ ഞാൻ അവരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടൊക്കെ വലിയ വലിയ വർത്താനം പറയുന്ന വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കൃഷ്ണകുമാറിൻ്റെയും അവരുടെ ഭാര്യയുടെ ചാനൽ ഞാൻ ആദ്യമൊക്കെ കാണുമായിരുന്നു. അപ്പം അതിനകത്തൊക്കെ അവർ എന്തോ ഒരു വർത്തമാനം. എന്നിട്ട് അവർക്കൊക്കെ ഈ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചൂടെ ഈ രീതിയിലൊന്നും പൈസ ഉണ്ടാക്കുന്നത് നല്ലതല്ല എന്നുള്ള? ഇഷ്ടംപോലെ പൈസ ഇല്ലേ? അച്ഛനും അമ്മയും കൂടെ നല്ലതുപോലെ പൈസ ഉണ്ടാക്കുന്നില്ലേ? പിന്നെ എന്നാത്തിനാ ഇവർ ഈ കോപ്രായങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്നത്, വൃത്തികേടുകൾ? അപ്പം അതും തെറ്റ് തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നതേ നിർത്തലാക്കണം. ഈ കൊച്ചു പിള്ളേർ ഇനിയിപ്പം ഇത് കണ്ടിട്ട് അനുകരിക്കും. കാരണം 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ പിള്ളേർ, 10ാം ക്ലാസ് കഴിയണ്ട, അതിന് മുന്നേ ഉള്ള പിള്ളേർ തന്നെ വിചാരിക്കും നമ്മൾ ഇത്രയൊക്കെ പഠിച്ച് പരീക്ഷ എഴുതി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടൊക്കെ എന്താ ഫലം? ഇത്ര പോലും പേയ്മെൻറ്റോ സാലറി ഒന്നും കിട്ടത്തില്ല. അതിനെക്കാട്ടിയും ഒരു മൊബൈൽ ഫോണും ഉണ്ട്, ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് കുറച്ച് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടുമല്ലോ, നല്ല പൈസ ഉണ്ടാക്കാമല്ലോ എന്ന് പിള്ളേരെല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോകം എന്താവും?
എന്തായാലും ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടുന്നവരുടെയൊക്കെ ചാനലേ പൂട്ടിക്കെട്ടണം. ചാനൽ പൂട്ടിക്കെട്ടിയിട്ടുണ്ടെന്നേ. ഒരു തുമ്പി എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നല്ലേ, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ ചാനൽ പൂട്ടി. അതുകൊണ്ട് എന്തോരം വൾഗാരിറ്റി ഉള്ള വീഡിയോസ് അവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു തുമ്പി എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു പെങ്കൊച്ചിൻ്റെയും ഫോട്ടോ ഞാനിവിടെ ഇടാം. അസൂയക്കാരുടെ സംഘടിത ആക്രമണം, 5 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള പേജ് പൂട്ടിച്ചു, ശത്രുക്കൾക്ക് ചുട്ട മറുപടിയുമായി തുമ്പി വീണ്ടും വരുന്നു. വീണ്ടും ഒരു പുതിയ ചാനൽ ഉണ്ടാക്കുമായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ. ഇവക്കൊക്കെ എന്നാത്തിൻ്റെ കേടാ? കൊച്ചു പെണ്ണല്ലേ, വേറെ നല്ല നല്ല വീഡിയോകൾ ഇട്ട് കഴിഞ്ഞാൽ വരെ കാണാനായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് ഇവരുടെ എല്ലാം ചാനൽ, ഇവരുടെ ഈ തുമ്പിയുടെ ചാനൽ പോയി. അതേ കണക്ക് തന്നെ ഈ കൃഷ്ണകുമാറിൻ്റെ അഹാന കൃഷ്ണൻ എന്നല്ലേ പെണ്ണിൻ്റെ പേര്. ആരെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ചാനൽ അപ്പോഴേ അവർ സ്ട്രൈക്ക് കൊടുത്ത് ഇതാക്കുക, അധികാരവും ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എനിക്ക് പേടിയൊന്നുമില്ല. എൻ്റെ ചാനൽ സ്ട്രൈക്കായി പോയി കഴിഞ്ഞാൽ നോ പ്രോബ്ലം. അതുകൊണ്ട് ഞാൻ കാണുന്നത് പറയും. അല്ലാതെ പിന്നെ വീഡിയോ ഇടാനായിട്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അത് രേണുവിൻ്റെ വീഡിയോയും സബ്സ്ക്രിപ്ഷനിൽ വരുന്ന വീഡിയോയും കാണിക്കാനായിട്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ എല്ലാവരും കാണിച്ചതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ പാർട്സുകൾ കാണിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് ഇവരുടെ ഒരു മനുഷ്യരുടെയും ഈ കോപ്രായം കാണിക്കൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം രേണു പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതായത് സബ്സ്ക്രിപ്ഷനെ കുറിച്ചല്ല, നമ്മുടെ ക്രിക്കറ്റ് മാച്ചിന് പോയപ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഈ വൈറലായിക്കൊണ്ടിരിക്കുന്ന രേണുവിൻ്റെ ഈ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുക. അത് രേണു മനഃപൂർവ്വം ഇട്ടത് തന്നെ ആയിരിക്കും. ഇങ്ങനെ സബ്സ്ക്രിപ്ഷനിൽ ഇങ്ങനെ രേണുവിനറിയാം, രേണു സബ്സ്ക്രിപ്ഷനിൽ എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അത് ആൾക്കാർ ലീക്ക് ആക്കുമെന്ന് അറിയാം. അപ്പം അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം രേണു ഇട്ടതാവാനാണ് സാധ്യത. കാരണം രേണുവിന് വൈറലാവണം. അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇട്ടതാവാനാണ്. കാരണം എന്തായാലും അങ്ങേയറ്റം മ്ലേച്ഛം അത്രേ പറയാനുള്ളൂ എനിക്ക്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. എനിക്ക് അവരുടെ വീഡിയോ ഒത്തിരി ഇഷ്ടമായി. ആരുടെയാ ഒരു ഡാനി സത്യയുടെയും മനുവിൻ്റെയൊക്കെ വീഡിയോ. അതിന്